മനസ്സിലേക്ക് വരുന്ന ഒന്നാമത്തെ ചിന്ത മരണത്തിന്മേലുള്ള വിജയമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25 ഈശോ പറയുന്ന ആ വചനം, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ സെമിത്തേരി മരണത്തിൻ്റെ അന്ത്യത്തെയല്ല, മറിച്ച് നിത്യജീവനിലേക്കുള്ള ഒരു കവാടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം വഴി മരണം പരാജയപ്പെട്ടു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന സ്ഥലമാണ് ഓരോ സെമിത്തേരിയും. രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത വിതയ്ക്കപ്പെടുന്ന വിത്തുകൾ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ നശ്വരമായത് വിതയ്ക്കപ്പെടും, അനശ്വരമായത് ഉയർപ്പിക്കപ്പെടും. ഒരു കർഷകൻ നല്ല വിളവ് പ്രതീക്ഷിച്ച് വിത്ത് മണ്ണിൽ വിതയ്ക്കുന്നത് പോലെ മഹത്വപൂർണമായ ഉയർപ്പ് പ്രതീക്ഷിച്ച് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ മണ്ണിൽ വിശ്രമത്തിനായി ഏൽപ്പിക്കും. ഈ ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മിൽ നിന്ന് അകന്നുപോയി അവർ അകലെയ എവിടെയോ ആണ് എന്ന ചിന്തയിൽ അവരെ ഒറ്റയ്ക്കാക്കി ജീവിക്കുന്ന ശൈലിയല്ല നമുക്ക് വേണ്ടത്. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വേണം. മൂന്നാമതായിട്ട് കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്, വിശുദ്ധരുടെ ഐക്യം. ഈ സെമിത്തേരി മരിച്ചവരും ജീവിക്കുന്നവരും നമ്മൾ അഭേദ്യമായ ബന്ധത്തിൻ്റെ അടയാളമാണ്. നമ്മൾ കൂടെ ഇവിടെ വരും, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇവിടെ വന്ന് കാണും, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ അയവിറക്കും. ഇവിടെ വിശ്രമിക്കുന്നവർക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതേസമയം മരണമടഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്കായിട്ട് മാധ്യസ്ഥം വഹിക്കുന്നു. വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ നമ്മെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കണം. അപ്പം നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കുവാനുള്ള സത്ചിന്തയാണ് ഈ പരിശുദ്ധമായ സ്ഥലം നമ്മൾ ആശീർവദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രിയങ്കരമായ രീതിയിൽ, പ്രസാദകരമായ രീതിയിൽ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മളും ഒരിക്കൽ ഈ മണ്ണിലേക്ക് മടങ്ങേണ്ടവരാണെന്ന ബോധ്യം നമ്മെ കൂടുതലും വിനീതരും സ്നേഹമുള്ളവരുമാക്കട്ടെ. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ സ്ഥലം, പാവനമായ ഈ സ്ഥലം കർത്താവ് ആശീർവദിച്ച് നൽകണമേ എന്ന യാചനയോടെ നമുക്ക് ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ തുടർന്നും പങ്കുചേരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.